2017 ആദ്യത്തിൽ ഞാൻ തൃശ്ശൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന കാലത്ത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്, അങ്ങനെ മരണപ്പെടുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് പഴയന്നൂർ പോലീസ് അണ്ണാച്ചുരുളത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് വലിയ വിവാദമായി. അത് സൂയിസൈഡല്ല, കൊലപാതകമാണെന്നുള്ള ചർച്ചകളും കാര്യങ്ങളും വരുന്നു, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, സെൻസേഷണൽ കേസായി മാറുന്നത്. ഒരു ഉദ്ദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു അത് കേസിൻ്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയാണ്. വിവാദമായി മറ്റേ സെൻസേഷണലായി മാധ്യമ ചർച്ചകൾ വന്നു. നവമാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ചർച്ചകളുമായി. ഈ മാനേജ്മെൻറ്റിനെതിരെ അത് കൊലപാതകമാണെന്നും കുട്ടിയെ കൊന്നതാണെന്നും സമരങ്ങളും കാര്യങ്ങളും SFIയുടെ നേതൃത്വത്തിലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ സമരങ്ങളായി. അങ്ങനെ വളരെ സെൻസേഷണലായിരിക്കുകയാണ് അത് ഈ പറഞ്ഞ പോലെ അത് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുന്നത്. അങ്ങനെ അന്നത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP സെൽബി സാറാണെന്ന് തോന്നുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അന്വേഷണ സംഘം ഈ പാമ്പാടി നെഹ്റു കോളേജിലേക്ക് പോവുകയാണ്. ഒരു 10 ദിവസം 7 ദിവസമൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ് പോകുന്നത്. അന്വേഷണം ഏറ്റെടുത്ത് നേരെ പാമ്പാടി നെഹ്റു കോളേജിൽ ചെല്ലുന്നു. ആദ്യമായി നമ്മൾ സംഭവം നടന്ന ഹോസ്റ്റലിലെ ബാത്റൂമിലാണ് ചെല്ലുന്നത്. സംഭവം നടക്കുന്ന അവിടെയാണ്. നമ്മൾ സംഭവ സ്ഥലത്തു നിന്നാണല്ലോ ഏതൊരു അന്വേഷണം തുടങ്ങേണ്ടത്. അപ്പോൾ സംഭവ സ്ഥലത്ത് ചെല്ലുന്നു. അപ്പോൾ FIRും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാലും വായിച്ചാലും അത് ആ സംഭവ സ്ഥല ബാത്റൂമിൽ ഒരു ആണിയിൽ കുരുക്കിട്ട്, ഒരു കയറിൽ കുരുക്കിട്ട് അതിലാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നതാണ് മറ്റേ FIR പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആ ബാത്റൂം പരിശോധിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളായ ഹോസ്റ്റലിലെ 2-3 വിദ്യാർത്ഥികളും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ബാത്റൂമാണ്. ചെറിയൊരു ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത് ശരിയാണെങ്കിൽ 6'5" സൈസിലുള്ള ചെറിയൊരു ബാത്റൂമാണ്. ഹോസ്റ്റലിൻ്റെ അകത്തുനിന്ന് പ്രവേശിക്കാവുന്ന രൂപത്തിലുള്ള ബാത്റൂമാണ്. ആ ബാത്റൂമിൽ ഞങ്ങൾ പരിശോധനയ്ക്ക് കയറി. ഇപ്പോൾ സെൽബി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോലീസുകാരെല്ലാം പരിശോധിച്ചു. അപ്പോൾ എനിക്ക് ഒരു എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഏത് സീനിൽ ചെന്നാലും ഞാൻ വളരെ മൈല്യൂട്ടായിട്ട് സീൻ പരിശോധിക്കാറുണ്ട്. അതിപ്പോൾ ബോഡി ആയാലും ഞാൻ അങ്ങനെ പരിശോധിക്കുക. ഡീകമ്പോസ്ഡായ ബോഡി ആണെങ്കിൽ തന്നെ ഞാനത് വളരെ മൈല്യൂട്ടായിട്ടാണ് പരിശോധിക്കുക. എനിക്ക് പല ആളുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പല ആളുകൾക്കും ബോഡിയൊക്കെ ഡീകമ്പോസ്ഡ് ആയാലും അല്ലാത്ത ബോഡി ആയാലും അത് തൊടാനും അത് വളരെ കൈകാര്യം ചെയ്യാനൊക്കെ ഭയങ്കര അറപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എൻ്റെ പ്രൊഫഷൻ അതായതിൻ്റെ പേരിൽ ഞാൻ ഏത് ഡീകമ്പോസ്ഡ് ബോഡിയും കുഴിച്ചെടുക്കുന്ന ആളുമാണ്. കുഴിച്ചെടുത്ത് എക്സിമേഷന് വേണ്ടി അത് അല്ലെങ്കിൽ അത് മറ്റേ ഇൻക്വസ്റ്റിന് വേണ്ടി അത് പരിശോധിക്കുന്ന ആളാണ്. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഡീകമ്പോസ്ഡായി കുഴിച്ചെടുത്തിട്ടുള്ള ബോഡികളടക്കം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലൊന്നും അപ്പോൾ ഏത് കേസ് ബോഡി ആയാലും ശരി സീനായാലും ശരി ഞാൻ വളരെ മൈല്യൂട്ടായിട്ട് പരിശോധിക്കുന്ന ഒരു സാധാരണ പോലീസ് ഓഫീസർ. അപ്പോൾ അതുതന്നെ ഈ ബാത്റൂമിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മൈല്യൂട്ടായി പരിശോധിച്ച സമയത്ത് അതിനകത്തുനിന്ന് എനിക്കൊരു സൂയിസൈഡ് നോട്ട് കിട്ടി. അതാണ് വിവാദമായത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടൈൽസ് പൊട്ടിയിട്ടുണ്ട്. ടൈൽസ് നിലത്ത് വിരിച്ചിട്ടുള്ള ഫ്ലോർ ടൈലില്ലേ, ആ ടൈലിൻ്റെ ഒരു ഭാഗം ആ ഒരു ഡ്രെയിനേജിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ടൈൽസ് പൊട്ടിയിട്ട് ഒരു മൂലഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ആ പൊട്ടിപ്പോയതിനകത്ത് ചെറിയൊരു കഷ്ണം പേപ്പർ ചുരുട്ടി അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന നിലയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ ഇറങ്ങിയിരിക്കുന്ന പേപ്പർ ചെറിയ കഷ്ണം പേപ്പറാണ്, അത് ചുരുട്ടി അതിനകത്തിരിക്കുന്നുണ്ട്. ഞാനത് പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ കണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പലരും അത് അത്ര കാര്യമാക്കില്ല. കാരണം ചെറിയ പേപ്പർ ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ് കിടക്കുക ടൈൽസിൻ്റെ ഇടയിൽ, ആ ഗ്യാപ്പിൽ അത്രയും ചെറുതാണ്. ഞാനത് വല്ല എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ ആ എടുത്ത് നിവർത്തി നോക്കിയ വലിയൊരു പേപ്പർ ഇത്ര പോകുന്നൊരു പേപ്പറിൻ്റെ കഷ്ണമാണ്. നിർത്തി വിടുമ്പോൾ വായിച്ചത് പുറകിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്, 2 വിദ്യാർത്ഥികളെ നമ്മൾ കൊടുക്കുന്നത്. അവർ വായിച്ചു. അതായത് സൂയിസൈഡ് നോട്ടായിരുന്നു അത്. ഐ ക്വിറ്റ് എന്ന് മാത്രം എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് കണ്ടു. അപ്പോൾ DYSP സാറിന് കൊടുത്തു. അപ്പോൾ എൻ്റെ DYSP സാറിന് കൊടുത്തു. DYSP സാറിന് വായിച്ചു. അപ്പോൾ മനസ്സിലായി സൂയിസൈഡ് നോട്ടാണെന്ന്. അത് വലിയ വിവാദമാകാൻ സാധ്യതയുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും എല്ലാവരും സംശയിക്കും. കാരണം
പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇൻക്വസ്റ്റ് അതിൻ്റെ മാസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് റൂമിൻ്റെ മാസ്റ്റർ സീൻ മാസ്റ്റർ അവർ തയ്യാറാക്കുമ്പോൾ ഈ റൂമിൻ്റെ മാസ്റ്റർ എഴുതിയ അതൊരു 5-6 ടൈപ്പിലുള്ള അത്രയും ചെറിയൊരു ബാത്റൂമാണ് ടൈൽസ് വിരിച്ചത്. അന്ന് കാണാത്ത സൂയിസൈഡ് നോട്ട്. പിന്നീട് അത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആ റൂം പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അന്നും കാണാത്ത സൂയിസൈഡ് നോട്ട്. 10 ദിവസമോ 7 ദിവസത്തിനോ ശേഷം ക്രൈംബ്രാഞ്ച് വന്ന് അന്വേഷിക്കുമ്പോൾ സൂയിസൈഡ് നോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത് സാധാരണ ജനങ്ങളോ മറ്റുള്ളവരോ അത് അത്ര ശരിയാണെന്ന് തോന്നിയില്ല. അതിൻ്റെ പേരിൽ വിവാദമായത് പ്രശ്നങ്ങളായത് പോലീസ് കൊണ്ടുപോയിട്ടാണ്, മാനേജ്മെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി പോലീസ് കൊണ്ടുപോയിട്ടാണുള്ള സംസാരങ്ങളും കാര്യങ്ങളും വന്നു. അതിൻ്റെ മുകളിൽ അന്വേഷണം വന്നു. അന്ന് എൻ്റെ ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം അത് അത്രയും സെൻസേഷണലായിരുന്നു കേസ്. എന്താ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തോന്നുന്നുണ്ട് ഹൈക്കോടതി അന്വേഷണം ഇട്ടുവെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ചിരുന്ന അന്നത്തെ DYSP ഷാവുൽ ഹമീദ് സാറിനെ തോന്നുന്നുണ്ട്. ഞാൻ അപ്പോൾ ഷാവുൽ ഹമീദ് സാറിന് അന്വേഷണമായിട്ട് എടുത്തു. ഷാവുൽ ഹമീദ് സാർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടിയ കാര്യം? ഞാൻ കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു. പക്ഷേ അത് എല്ലാവർക്കും വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ അത്ര തയ്യാറായി. കാരണം സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണല്ലോ. ഒരു പോലീസ് അന്വേഷിച്ചു, അതൊന്നും കിട്ടിയില്ല. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അന്വേഷിച്ചു, അതൊന്നും കിട്ടിയില്ല. അന്ന് പറഞ്ഞാൽ ചെറിയ റൂമിൽ നിന്ന് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ കിട്ടുമ്പോൾ അത് എല്ലാവർക്കും സംശയത്തിനുണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ 2 മക്കളും പഠിച്ചത് ഈ നെഹ്റു കോളേജിലാണ്. എൻ്റെ മോള് ഡിഗ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ B.Pharm പഠിച്ചു 4 വർഷം, അതിനുശേഷം M.Pharm പഠിച്ചു 2 വർഷം. അപ്പോൾ 6 വർഷം എൻ്റെ മോൾ അവിടെ പഠിച്ചു. എൻ്റെ മോൻ അവിടെ പഠിച്ചു MCAക്ക് 3 വർഷം. അപ്പോൾ എൻ്റെ 2 മക്കളും അവിടെ പഠിച്ചിട്ടുള്ള ഇത് മാനേജ്മെൻറ്റിന് എൻ്റെ മക്കളാണോ ഞാനാണോ എന്നൊന്നും അറിയൊന്നുമില്ല. പക്ഷേ ഇത് സംസാരം വരുമ്പോൾ അറിയുമല്ലോ അഷ്റഫിൻ്റെ മക്കൾ അവിടെ പഠിച്ചിട്ടുണ്ട്, അഷ്റഫിന് അത് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും എനിക്ക് പണിയാവുമെന്ന് ഞാനും കരുതി. കാരണം ഞാൻ എല്ലാവരും സാന്നിധ്യത്തിലാണ് ഞാനത് എടുത്തത്. ഈ കുട്ടികളാണ് വായിച്ചത്. ഞാൻ അപ്പോഴേ DYSP സാറിന് കൊടുത്തു. എൻ്റെ കൂടെ മറ്റേ പോലീസുകാരും ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണം വന്നു, എന്നോട് ചോദ്യങ്ങളായി, പ്രശ്നങ്ങളായി. എന്നിപ്പോൾ ഞാൻ അന്നത്തെ പോലീസ് മറ്റേ പഴയന്നൂർ പോലീസിലേക്ക് വിളിച്ചു. ഇതിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, സാർ അതൊക്കെ ഞങ്ങൾ വിശദമായി അന്വേഷിച്ചിട്ടുള്ളതാണ്, അതൊക്കെ വീഡിയോ അടക്കം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലീസുകാരോട് പറഞ്ഞു, ഞാൻ വീഡിയോ ഒന്ന് എനിക്ക് അയച്ചു തരൂ. ഈ കാര്യങ്ങളും ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. ആ പോലീസുകാരൻ എന്നോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ മൈലൂട്ടായി പരിശോധിച്ചപ്പോൾ ആ വീഡിയോയിൽ ഈ പേപ്പറിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. ഈ സൂയിസൈഡ് നോട്ട് അത് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ, എൻ്റെ ഒരു ഭാഗ്യം, ഞാനത് ഉടനെ തന്നെ അത് DYSP സാറിന് അയച്ചു കൊടുത്തു. സാർ ഇങ്ങനെയാണ് സംഭവം, അന്നെടുത്ത വീഡിയോയിൽ, പോലീസുകാരെടുത്ത വീഡിയോയിൽ ഈ സൂയിസൈഡ് നോട്ട് അതിന് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേപ്പർ കഷ്ണം ആ ടൈൽസിൻ്റെ ഇടയിൽ കിടക്കുന്നതായി കാണുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ DYSP സാറിന് അയച്ചു കൊടുത്തു. അത് DYSP സാറ് കാര്യങ്ങൾ പരിശോധിച്ചു, അവർക്ക് ബോധ്യപ്പെട്ടു, അത് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിന് ശേഷം ഇവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ടെസ്റ്റ്, ഇവൻ്റെ കൈപ്പട പരിശോധന നടത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായി പരിശോധന നടത്തിയാലും ഇവൻ്റെ കൈപ്പടയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പിന്നീട് പരിശോധന റിപ്പോർട്ടൊക്കെ പിന്നീടാണല്ലോ വരുന്നത്. പക്ഷേ ആദ്യത്തിലുള്ള അന്വേഷണത്തിൽ ഇങ്ങനെ വിവാദങ്ങൾ വരുമല്ലോ, എന്തായാലും സംശയങ്ങൾ ആളുകൾ പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടത്തിയിട്ട് മറ്റേ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിൽ ഇത് ഇവൻ്റെയാണെന്ന്, ഈ ജിഷ്ണു പ്രണോയിയുടെയാണ് കൈപ്പടയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കീറിയെടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ പേപ്പർ കീറിയെടുത്ത ബുക്കുകളും പിന്നീട് ബന്ദോബസ്തിലെടുത്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അന്വേഷണം തകൃതിയായി നടന്നു. നമുക്ക് ഭയങ്കര പ്രഷറാണ് ആ കാര്യത്തിൽ അന്നുണ്ടായിരുന്നത്. ഞാൻ അന്നും ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടും എൻ്റെ ടീമിലുള്ള അംഗങ്ങളോടും അതുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഇതിൽ കാരണം ഈ ഉള്ളിൽ നിന്നും പൂട്ടിയിട്ടുള്ള വീടായിരുന്നു, ബാത്റൂമായിരുന്നു. അത് ചവിട്ടി തുറന്നിട്ടാണ് പിള്ളേർ അകത്ത് കിടന്നിട്ട് ഇവനെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ റോൾ കോളിന്, വൈകുന്നേരത്തെ റോൾ കോളിന് വിളിച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ, പേര് വിളിച്ചപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിൽ ആ റൂം ചവിട്ടി തുറന്നിട്ടാണ് അകത്ത് കിടന്നിരിക്കുന്നത്, ബാത്റൂം. അപ്പോൾ ഉള്ളിൽ നിന്നാണ് പൊട്ടിക്കുന്നത്. അതിൽ പിന്നെ മറ്റൊരാൾ പുറത്തേക്ക് വരാൻ, അകത്തേക്ക് കയറാനുള്ള യാതൊരു സാധ്യതയില്ല. കൊലപാതകത്തിന് യാതൊരു സാധ്യതയില്ല. ജനങ്ങളും മാധ്യമങ്ങളും മറ്റു സമരക്കാരെല്ലാം പറയുന്നത് കൊലപാതകമാണെന്ന് പറയുന്നു. കൊലപാതകം എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആ സമയത്ത് പല ആളുകളും സ്ഥലത്തില്ലാത്തതായിട്ട് നമ്മുടെ അന്വേഷണത്തിലുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ കോൺഫറൻസുകളിലും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ ആ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീടുള്ള അന്ത്യചർച്ചകളിലൊക്കെ ആ സാധനം ഇങ്ങനെ പോലീസ് ഓഫീസർമാർ ഇങ്ങനെ പറയുന്നു, അതിലിങ്ങനെ അന്വേഷണ സംഘത്തിൽ ഇന്ന പോലുള്ള പോലീസുകാരൊക്കെ ഉണ്ട് എന്നുള്ള അന്ത്യചർച്ചകളിലൊക്കെ പിന്നീടും വരുന്നു കാണുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല, എൻ്റെ ഒരു കണ്ടെത്തലുകൾ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി കോപ്പി അടിച്ചു, നമ്മൾ വീണ്ടും പരീക്ഷയ്ക്ക് അതുപോലെ വീണ്ടും തയ്യാറാക്കി അതുപോലെ ഒരു ഡെമ്മി പരീക്ഷണാർത്ഥം ഒരു പരീക്ഷയ്ക്ക് നടത്തി
എന്നിട്ട് ഇവൻ എഴുതുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് മറ്റൊരാൾ പരീക്ഷ എഴുതി, അതൊക്കെ അതുപോലെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അങ്ങനെ ഒരു വലിയ അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു ഇവൻ ഈ പറഞ്ഞ മാതിരി കോപ്പി അടിച്ചത് ഇൻവിജിലേറ്റർ പിടിച്ചിട്ട് അത് വെട്ടി, അത് പിന്നീട് പ്രിൻസിപ്പാളുടെ അടുത്ത് കൊണ്ടുപോയി. പ്രിൻസിപ്പാൾ കുറേ നേരം ചോദ്യം ചെയ്തു. അതിന് ശേഷം അവിടെ നിന്ന് വിട്ടു. അവൻ തിരിച്ചു പോകുന്നത് കണ്ട സാക്ഷികളും എല്ലാം മറ്റേ ഫ്ലാറ്റിലേക്ക് അല്ലെങ്കിൽ ഇവൻ്റെ എന്താ പറയുക ഹോസ്റ്റലിലേക്ക് നടന്നു പോകുന്നത് കണ്ട ആളുകളും എല്ലാം ഉണ്ട്. അതിനപ്പുറത്ത് മറ്റൊന്നും ആ കാര്യത്തിലില്ല. അപ്പം നമുക്ക് ഇതിൽ സൂയിസൈഡിന് വേണമെങ്കിൽ ഇത് പ്രേരണ എന്ന് പ്രകാരം ഇവർ നിയമപ്രകാരം അല്ലാത്ത 2 പ്രവൃത്തി ഇൻവിജിലേറ്ററും പ്രിൻസിപ്പാളും ചെയ്തതിൻ്റെ പേരിൽ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള യാതൊരു കണ്ടെത്തലുകളും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തന്നെയാണ് അത് ആ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ വേറൊരു വിദ്യാർത്ഥിയുടെ പരാതി പ്രകാരം സെൻസേഷനിലായപ്പോൾ പരാതി പ്രകാരം മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കേസ്. അപ്പോൾ അതിലും ഇവർ തന്നെ പ്രതികളായി, മാനേജ്മെൻറ്റും കാര്യങ്ങളും പ്രതികളായി. അതിൻ്റെ അന്വേഷണത്തിന് നടക്കായി. എന്തായാലും പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പ്രഷർ കൂടി. ഞങ്ങൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിൽ ദിവസങ്ങളോളം അന്വേഷിച്ച് നടക്കണം. ഒരു ദിവസം അതേപോലെ 10-15 ദിവസത്തിന് ശേഷം തമിഴ്നാട്ടിൽ പല ഭാഗങ്ങളിലും അന്വേഷിച്ചിട്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളൂ. വീണ്ടും ഫോൺ വിളി വന്നു. ആഷഫെ, ഇത് SP വിളിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ നാസിക്കിലെത്തണം. ഒരു പ്രതിയുടെ ലൊക്കേഷൻ നാസിക്കിലാണുള്ളത്. നാസിക്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണം. നിങ്ങൾക്ക് 2 മണിക്കുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നാസിക്കിലെത്തണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് അത്രയും പ്രമാദമായ കേസാണ്. ഞാനാണെങ്കിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ. 10-15 ദിവസത്തിന് ശേഷം വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഉടനടി പോലീസ് ജീപ്പ് വന്നു. ഞാൻ അതിൽ കയറി നേരെ എറണാകുളത്തേക്ക് പോയി. ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഈ ഉടുത്ത ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഒരു മൊബൈൽ ചാർജർ പോലുമില്ല. ഈ മൊബൈലുണ്ട്, ഈ ഉടുത്ത ഡ്രസ്സുണ്ട്. അങ്ങനെ നേരെ വണ്ടി കയറി നേരെ പോയി എറണാകുളം ഇവിടെ കൊച്ചിയിൽ പോയി. അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ പൂനെക്ക് പോയി. രാത്രി വളരെ വൈകി 12 മണിക്കോ 1 മണിക്കോട്ടാണ് ഞാൻ പൂനെയിൽ പോയി ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്കുള്ളെന്ന്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അവിടുന്ന് നേരെ നാസിക്കിലേക്ക് പോയി. നാസിക്കിൽ ഈ ബസ്സിലാണ് പോയത്. പൂനെന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്, വേറെ ആരുമില്ല. ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. നേരെ നാസിക്കിൽ പോയി ലൊക്കേഷനിലേക്ക് പാതിര നേരത്തെ എത്തി. ഞാൻ പ്രത്യേകിച്ച് വടക്കേന്ത്യകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏത് ജില്ലകളിലും സംസ്ഥാനം വിട്ടു പോകുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ പോകണമെന്നൊക്കെയാണ് ചട്ടങ്ങളും പറയുന്നത്. ഈ അന്വേഷണം കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോലെ, അതും പാതിര നേരത്തെ ഒറ്റയ്ക്ക് ബസ്സിൽ പോയി നേരെ നാസിക്കിലെത്തി. നാസിക്കിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുന്നത് അന്നത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇൻവിജിലേറ്ററെയാണ് തോന്നുന്നുണ്ട് നാസിക്കിൽ ലൊക്കേഷൻ കണ്ടത്. പിന്നെ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 ആളുകൾ മറ്റേ 2ാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൊക്കേഷനിലാണ് പോകുന്നത്. ഞാൻ അവിടെ എത്തി, നാസിക്കിലെത്തി, അന്വേഷണം നടത്തി. ലൊക്കേഷനിൽ ചെന്നപ്പോൾ ലൊക്കേഷനിൽ അവരില്ല, ഇൻവിജിലേറ്ററില്ല. അവരുടെ കൂടെ വേറൊരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ അവർ കിടന്നിരുന്ന പായും അവർ ബെഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നു. അവർ എന്തോ സംശയം തോന്നി അവിടുന്ന് എസ്കേപ്പായിരിക്കുന്നു. തിരിച്ച് ഞാൻ വീണ്ടും പൂനെയിൽ വന്ന് ഫ്ലൈറ്റിൽ നേരെ വീണ്ടും തിരിച്ചു വരും. 4 ദിവസത്തിന് ശേഷം അതേ വസ്ത്രത്തിൽ തിരിച്ചു വരികയാണ് ഞാൻ. 2ാമത്തെ ദിവസം വീണ്ടും പത്മരാജ് സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീം ഒരു ഇന്നോവ കാറിൽ വീണ്ടും നാസിക്കിലേക്ക് പുറപ്പെട്ടു. അവിടെ നാസിക്കിലെത്തി. അവിടെ അന്വേഷണം നടത്തി. പ്രതിയിലേക്ക് ഏകദേശം എത്താറായപ്പോഴേക്കും ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു. ആൻറ്റിസിപ്പേറ്ററി ബെയിലാണ് തോന്നുന്നത്. അവർക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീണ്ടും വരുന്നു. അതിനുശേഷം ആ കേസ് ജിഷ്ണു പ്രണയ് കേസ് CBI ഏറ്റെടുത്തു. കേസ് ഇത്ര വിവാദമായ ആ കേസ് CBI ഏറ്റെടുത്തു. CBI ഏറ്റെടുത്തതിന് ശേഷം എന്നെ 1-2 പ്രാവശ്യമാണ് തോന്നുന്നത് CBI വിളിക്കുകയുണ്ടായി. എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്തു. CBI എന്തിനാണ് ഇങ്ങനെ കൊലപാതകം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗങ്ങൾ ഇതുള്ളൂ സാർ. ഞാൻ ആ കേസിലെ എല്ലാവരും എൻ്റെ മൊഴി പ്രകാരം അഷ്റഫ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. എന്തോ CBI എന്നെ വിളിക്കാനുണ്ടായ സാഹചര്യം എന്നറിയില്ല. എന്തായാലും CBI എന്നെ വിളിച്ചു, ചോദ്യം ചെയ്തു, മൊഴി രേഖപ്പെടുത്തിയ CBI ഓഫീസർമാർ നമ്മൾ ഈ പറയും പോലെ നമ്മൾ പല ആളുകളെയും വിളിച്ച് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തും പോലെ തന്നെ അവർക്കുണ്ടാകുന്ന ടെൻഷൻ പോലെ തന്നെയാണ് മറ്റൊരു അന്വേഷണ ഏജൻസി നമ്മളെ വിളിച്ച് ഇതേപോലെ എഴുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അതിന് പോയ ആളുകൾക്ക് അതിൻ്റെ ടെൻഷൻ മനസ്സിലാവും. കാരണം അതിൽ നമുക്ക് ആ കേസിൽ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം മറ്റൊരു ഭാഗമല്ല. ഈ സൂയിസൈഡ് നോട്ട് ഞാൻ കണ്ടെത്തി, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കിട്ടി, അല്ലെങ്കിൽ അത് എൻ്റെ എന്താ പറയുക നന്മ കൊണ്ടോ അല്ലെങ്കിൽ തിന്മ കൊണ്ടോ എന്താവട്ടെ അങ്ങനെ കിട്ടിയെന്നല്ലാതെ അതിൽ എനിക്ക് മറ്റു റോളുകളില്ല. അതിൻ്റെ അന്വേഷണത്തിൽ എല്ലാ കാര്യത്തിനും എല്ലാ മേലുദ്യോഗസ്ഥന്മാരും എല്ലായ്പ്പോഴും SP അദ്ദേഹം അല്ലെങ്കിൽ DSP IG അദ്ദേഹം DIGP അദ്ദേഹം എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്
അല്ലെങ്കിൽ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുള്ളതിൻ്റെ പേരിൽ എന്നെ എല്ലാവരും അതുമായി ബന്ധപ്പെടുത്തി. പക്ഷേ ഞാൻ ഈ അന്വേഷണ സംഘത്തിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. എന്തായാലും CBI വിളിച്ചു. കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം, അന്നുണ്ടായിരുന്ന അഭിപ്രായം, ഇന്നുള്ള എൻ്റെ കാഴ്ചപ്പാട് കണ്ടെത്തലുകളും അത് സൂയിസൈഡാണെന്നും അത് ഇന്ന പോലെ മാക്സിമം അതിൽ സൂയിസൈഡ് അറ്റംപ്റ്റിന് അല്ലെങ്കിൽ സൂയിസൈഡിന് വേണ്ടി പ്രേരണയ്ക്ക് ഈ പറഞ്ഞ അവരുടെ പ്രവൃത്തി ചിലപ്പോൾ നയിച്ചിട്ടുണ്ടാവാം എന്നും കൂടിയിട്ടുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതന്നെ പിന്നീട് ഞാൻ CBIയോടും ഞാൻ പറഞ്ഞത്. എന്തായാലും CBI പിന്നെ പേപ്പറിൽ ഞാൻ വായിച്ചു, CBI അതിന് കുറ്റപത്രം സമർപ്പിച്ചു എന്നറിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സൂയിസൈഡിന് അറ്റംപ്റ്റ് അല്ലെങ്കിൽ സൂയിസൈഡിന് പ്രേരണ നൽകുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ രണ്ടാളുടെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ പേരിൽ അവരെ രണ്ടുപേരെയും അതിന് കേസിൽ ഉൾപ്പെടുത്തി പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് ഞാൻ പിന്നീട് പേപ്പറിൽ ഞാൻ വായിച്ചത്. ആ ഒരു കണ്ടെത്തൽ തന്നെയാണ് ആദ്യ അന്വേഷണത്തിലും എനിക്ക് ബോധ്യപ്പെട്ടുള്ളത്. അതാണ് ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരോടും പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ആ കേസിൽ, ജിഷ്ണു പ്രണോയ് കേസിൽ എനിക്ക് പറയാനുണ്ടായിട്ടുള്ളൂ. അത്ര വിവാദമായ കേസ് മാസങ്ങൾ 3 മാസത്തോളത്തെ ഞാൻ നടന്നു പോകുന്നുണ്ട്. അത്രയും അന്നത്തെ SP വിജയകുമാർ സാറാണ്. അഷ്റഫ് എവിടെയാണ് സാർ? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഞാൻ തമിഴ്നാട്ടിലാണ്, ഞാൻ കോയമ്പത്തൂരാണ്, ഞാൻ ഊട്ടിയിലാണ്, തമിഴ്നാട്ടിൽ വിവിധ ഭാഗങ്ങളിലാണ് എപ്പോഴും ഏത് സമയത്തും. കാരണം SP ഞാൻ നിർത്താൻ സമയത്തില്ല, നിങ്ങൾ അന്വേഷിക്കുക, പ്രതി പിടിക്കുക. കാരണം അത്രയും പ്രഷറാണ്. അപ്പോൾ നമ്മൾ ഓടുകയാണ്. കാരണം ഇവരെ കിട്ടണ്ടേ, ഇവരെ കിട്ടുന്നില്ല. അങ്ങനെ ഓടിയിട്ടാണ് അവസാനം നമുക്ക് ഈ കേസ് CBIക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രണ്ടാമതൊരു കേസ് ഉണ്ടായത് ഇതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള മറ്റൊരു കുട്ടിയുടെ പരാതി പ്രകാരം ഒരു ഹർട്ട് കേസാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹർട്ട് കേസാണ്. ഒരു ദേഹോപദ്രവം ഏൽപ്പിച്ചൊരു കേസാണ് രണ്ടാമതുണ്ടാകുന്നത്. ആ കേസ് റിപ്പോർട്ട് ചെയ്ത് ആ കേസിലും പിന്നെ ഇവരെ അറസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടന്നു. അവസാനം ആ കേസിലും ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ നമ്മൾ ഒരു ദിവസം ഇതേമാതിരിക്ക് അറസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ മാനേജറെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥനെ, കോളേജിൻ്റെ ഉടമസ്ഥനെ, അതിൻ്റെ ലീഗൽ അഡ്വൈസറെ, വേറെ 1, 2, 3, 4 ആളുകളെ അതിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കേസൊക്കെ പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചു. ഈ രണ്ടാമത്തെ കേസിൽ, ആദ്യത്തെ കേസ് CBIക്ക് പോയി, രണ്ടാമത്തെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പല കേസുകളുടെ അനുഭവങ്ങളും ക്ലാസ്സുകളിൽ പോലീസ് അക്കാദമിയിലായാലും ക്ലാസ് എടുക്കാനിടയ്ക്ക് പോകുമ്പോൾ പല കേസുകളുടെ അനുഭവങ്ങളും ഞാൻ ഇതേമാതിരിക്ക് പറയാറുണ്ട്. സീൻ എങ്ങനെ പരിശോധിക്കണം എന്നുള്ളത് പോലീസ് ഓഫീസർമാരെ നമ്മൾ പറയുമ്പോൾ, നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഞാൻ പറയാറുണ്ട്. ഇതും അതേമാതിരിക്ക് തന്നെ പല കേസുകളിൽ നമ്മൾ ചെറിയ മുടി പോലും നമ്മൾ അത് ബന്ധവസ്ഥയിലെടുക്കണം, അതൊന്ന് പരിശോധന, അതിൻ്റെ DNA പരിശോധന, അതിൻ്റെ വിധത്തിലുള്ള പുതിയ ഒരു രീതിയിലുള്ള DNA പരിശോധനയെ കുറിച്ചിട്ട് അങ്ങനെ പലതും പറയുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കേസൊക്കെ കോട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. പിന്നീട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സാർ, ഞാൻ ഈ ജിഷ്ണു പ്രണോയുടെ വീടിൻ്റെ അടുത്തുനിന്ന് വരുന്ന പോലീസുകാരനാണ്, ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, കണ്ണൂർ ജില്ല, അങ്ങനെ അതേ ജില്ല പറഞ്ഞു, അവിടുന്ന് വരുന്നതാണ്, എനിക്ക് ഈ കുടുംബത്തെ അറിയാം, കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവർ എന്നോട് പറയാറൊക്കെ ഉണ്ട്. എന്തായാലും ആ കേസിൽ അത്രയേ ഉള്ളൂ. ആ കേസിൻ്റെ ജിഷ്ണു പ്രണോയ് കേസിൽ, ആ വിവാദമായ കേസിൽ അന്ന് വിജയകുമാർ സാർ SP അടിച്ച ടെൻഷന് യാതൊരു കണക്കില്ല. അതൊക്കെ പേഴ്സണലായിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ, എന്നെ വിളിക്കും, കാര്യങ്ങൾ പറയുന്നു, അഷ്റഫ് എവിടെയാണ്, പിഴുതിയെ പിടിക്കുന്നത്, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. എന്തായാലും ചില കേസുകളിൽ നമുക്കങ്ങനെ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു നല്ല കേസിന് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ ഈ രണ്ടാമത് റിപ്പോർട്ടായിട്ടുള്ള കേസ്, ഇതുമായി റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ദേഹോപദ്രവ കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരാൾ പോലും ഇല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ. കോടതിയിൽ പ്രതികളെ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, ഞാനാണ് പോകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ആണ്. DYSP സാർ അന്ന് മറ്റേ എന്താ പറയുക, ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. രാത്രി കാലങ്ങളിലാണ് ഈ മറ്റേ ഇതിൻ്റെ ഉടമസ്ഥനെയും കോളേജിൻ്റെ ഉടമസ്ഥനെയും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റാഫുകളെയൊക്കെ അറസ്റ്റ് ചെയ്തവരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ ജാമ്യത്തിന് വേണ്ടി അവർക്ക് 2, 3, 4 വക്കീലുണ്ട്. നമ്മുടെ പ്രോസിക്യൂട്ടർ വരെ നമുക്ക് ഹാജരായില്ല ആ സമയത്ത്. ഇത് പ്രസൻറ്റ് ചെയ്യാൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ മറ്റേതില്ല. ഞാനാണ് പോയത്. ഈ ഫയലുകളും ഈ റിപ്പോർട്ട്, റിമാൻഡ് റിപ്പോർട്ടും മറ്റു അനുബന്ധ രേഖകളൊക്കെ ആയിട്ട് ഞാനാണ് ഈ പ്രതികളായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ടെൻഷനുണ്ട്. കാരണം എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, അതായത് എല്ലാവരും കൈയൊഴിഞ്ഞ പോലെ ഉള്ള ഒരു സംഭവം. എന്നെ എല്ലാവരും അതിനുവേണ്ടി നിയോഗിച്ചു. ഞാനതിൽ ബലിയാടായി എന്ന് പറയാൻ പറ്റില്ല, എന്നെ എല്ലാവരും നിയോഗിച്ചു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രോസിക്യൂഷൻ്റെ കാര്യങ്ങൾ പറയാൻ പ്രോസിക്യൂട്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ്റെ ഭാഗം പറയണ്ടേ കോടതിയോട്, കോടതി രാത്രിയാണ് ഹാജരാക്കുന്നത്. അപ്പോൾ പ്രോസിക്യൂട്ടറും ഇല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനും ഇല്ല, മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരാരുമില്ല.
അപ്പോൾ ഞാനാണ് പ്രോസിക്യൂഷന് വേണ്ടി കോടതിയോട് പറയുന്നത്. കോടതി എന്തായാലും അവർക്ക് വേണ്ടി വക്കീലന്മാർ ഹാജരായി. അവർ ഒരു നൈറ്റിൽ ജാമ്യം ചോദിച്ചു, നാളെ കാലത്ത് ഹാജരാക്കാം. കോടതി ഒന്നും സംഭവിച്ചില്ല. എനിക്ക് കോടതി പറയുന്നു എല്ലാ കേസ് ഈ സെക്ഷൻ വെച്ചിട്ട് എല്ലാ കേസുകൾക്കും എല്ലാവർക്കും ഒരേപോലെ നീതി അവരെ റിമാൻഡ് ചെയ്ത് മറ്റേ ലീഗൽ ഓഫീസറെയും അതിൻ്റെ കോളേജിൻ്റെ ഉടമസ്ഥനെയും മറ്റ് സ്റ്റാഫുകൾ 1-2 പേരായിട്ട് അറസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. അവരെല്ലാവരെയും അതിൽ റിമാൻഡ് ചെയ്ത് പക്ഷേ പിറ്റേന്ന് 2 ദിവസത്തിനുള്ളിൽ അടുത്ത ദിവസം തന്നെ അവർക്ക് ജാമ്യം കിട്ടിയെന്ന് മനസ്സിലാക്കുന്നത്. അന്നൊക്കെ ടെൻഷൻ അനുഭവിച്ചാൽ കുറേ. കാരണം ഓട്ടമല്ലേ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ നാസിക്കിലേക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ എന്ത് പോലീസ് ഓഫീസറായാലും നമ്മൾ മഫ്റ്റിയിലാണ് പോകുന്നത്, പോലീസ് യൂണിഫോമിലൊന്നുമല്ല പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സർവീസ് കാലത്ത് ഞാൻ കൂടുതലും മഫ്റ്റി ഡ്യൂട്ടിയിലാണ് ചെയ്യുന്നത്. അന്വേഷണം ഫുള്ളായിട്ട് മഫ്റ്റിയിലല്ലേ. എന്തായാലും സുപ്രീം കോടതി വരെയും മഫ്റ്റിയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ യൂണിഫോമിലല്ല, ഇതേപോലെയുള്ള വസ്ത്രമാണ് എൻ്റെ സർവീസ് കൂടുതലും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപൂർവം മാത്രമേ യൂണിഫോമിൽ കുറച്ചേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതും ഞാൻ മഫ്റ്റിയില്ല, എല്ലാം മഫ്റ്റിയില്ല. അപ്പം നമ്മൾ ഈ നാസിക്കിലേക്കൊക്കെ നേരത്തെ പറഞ്ഞ നാസിക്കിലേക്ക് പോകുന്നത് മഫ്റ്റിയില്ല. അവിടെ പോലീസ് ഓഫീസറിൻ്റെ ID കാർഡിൻ്റെ പോക്കറ്റിലേ ഉണ്ടാവുള്ളൂ. വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലാണെങ്കിൽ വടക്കേന്ത്യയിലൂടെ എൻ്റെ പോലുള്ള ഒരാൾ ഇതുപോലെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടാണ്. അതിപ്പം ഞാൻ വർത്തമാനകാലത്ത് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. വടക്കേന്ത്യയിൽ ഗ്രാമങ്ങളുടെ വടക്കേന്ത്യയിൽ സഞ്ചരിച്ചപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാടാണ്. അത് നമ്മളിപ്പോൾ വിശദീകരിക്കാൻ ഞാൻ തയ്യാറില്ല. കാരണം അതൊക്കെ വർത്തമാനകാല ഇന്ത്യയിലെ അങ്ങനെയാണ്. ഇപ്പം നമ്മളതൊന്നും പറയുന്നില്ല. കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട്. പോലീസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വടക്കേന്ത്യയിലെ പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. അതൊന്നും നമുക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും നമ്മൾ കെയർ ചെയ്യുന്നില്ല. അതൊക്കെ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് അങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ മാതിരിക്ക് നാസിക്ക് വരെ പോയതും അവിടെ അന്വേഷിച്ചു. അങ്ങനെ ഓരോ കേസുകൾക്കും നമുക്ക് പോകാറുണ്ട്. പക്ഷേ ഈ കേസിന് വെറുതെ നമുക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ അത്രയ്ക്ക് ആവശ്യമുണ്ടായിരുന്നോ എന്നൊരു തോന്നൽ. പക്ഷേ നമുക്ക് നമ്മളോട് നിർദ്ദേശിച്ചാൽ പോലീസിൽ ഒബേ ദ ഓർഡർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒബേ ഓർഡർ ചെയ്യുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. ഭാരതപ്പുഴയിൽ അമ്പലത്തിനോട് ചേർന്നിട്ട് തൃശ്ശൂരിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒരാൾ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നു. അതിൻ്റെ കഴുത്തിൽ സ്ട്രാങ്കുലേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റേ ലിഗേച്ചർ അതിൻ്റെ തുണി കൊണ്ട് കഴുത്ത് വലിച്ച് മുറുക്കിയാണ് കൊല്ലപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിലൊരു വസ്ത്രം പോലും ഇല്ല, ആകെയുള്ള ഒരു ജട്ടി മാത്രമാണുള്ളത്. അത്തരമൊരു കേസ് ചെറുത്തി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായിരുന്നു. ഞാൻ ആ കേസിൻ്റെ ഞാനും ടീമും കുറേ അന്വേഷിച്ച് നടന്നതാണ്. നമുക്ക് കൊല്ലപ്പെട്ടവൻ ആരെന്ന് പോലും യാതൊരു തെളിവും കിട്ടിയില്ല.